ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇതാണ് നമ്മൾ ഏകദേശം സമയം ഒരു 7:30 ആയിട്ടുണ്ട്. നമ്മൾ എണീച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. വീട്ടിൽ പോകണം. എനിക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞൊരു ഷൂട്ടൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിലൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഷുട്ടു ഇവിടെ ഉണ്ട്, ഒളിച്ച് കളിക്കുന്നു. കണ്ടേ ആള് എണീച്ചതിൻ്റെ ആ ഒരു ഹാങ് ഓവറിലാണ്. അപ്പം എന്തായാലും ഞാൻ പെട്ടെന്ന് താഴെ പോയി ചായയിൽ കുടിച്ചൊന്ന് റെഡി ആവട്ടെ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ചടപടയെന്ന് റെഡിയായി ഇറങ്ങി. ഞാൻ റെഡി ആയിട്ടൊന്നുമില്ല. ഞാൻ അവിടെ പോയിട്ട് എന്തായാലും കുറച്ച് വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് റെഡിയാകാമെന്ന് വിചാരിച്ചു. ചുട്ടും മുന്നിൽ കയറി ഇരിപ്പുണ്ട് സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ടിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴി കാണാം. ഞാൻ മുന്നിലിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആൾ ഫസ്റ്റ് തന്നെ കയറി ഫ്രണ്ടിലേക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വരില്ലാന്ന് തോന്നിയപ്പോൾ അമ്മ എടുത്ത് വരണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു. ഞാൻ പിന്നെ നൈറ്റ് ഡ്രസ്സിൽ തന്നെ വന്നുകൊണ്ട് വീട്ടിലിരുന്ന ഡ്രസ്സ് തന്നെ ആയതുകൊണ്ട് പിന്നെ മുന്നിൽ കയറി ഇരിക്കാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ ഫുൾ ചില്ല് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ മുക്കളിൽ നിന്ന് നമ്മൾ വടകര എത്താൻ എന്തായാലും ഒരു 1 hour എടുക്കേണ്ട ഒരവസ്ഥയാണ്. റോഡൊക്കെ ഫുള്ള് പൊളിച്ച് മൊത്തം ചാറുപാറായി ഇരിക്കുന്നുണ്ട്. പോരാത്തതിന് റോഡ് പണിയും നടക്കുന്നുണ്ട്. സോ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് വരികയും വേണം. കാരണം ഏതൊക്കെ സൈഡിൽ കൂടെ ഏതൊക്കെ വണ്ടികളാണെന്ന് കയറ്റാൻ പോകുന്ന ഒരു ഐഡിയ ഉണ്ടാവില്ല നമുക്ക്. അങ്ങനെ നമ്മൾ ഫുൾ പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്നതിനിടയ്ക്ക് പിന്നെ ആൾ സ്ഥിരം പാപ്പി ചോദിച്ചു. ഒറ്റ ഉറക്കം ഉറങ്ങി. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് എനിക്ക് പെട്ടെന്ന് ചായ കുടിക്കാൻ തോന്നി. പുറത്തിറങ്ങി അപ്പോൾ എന്താ അറിയില്ല, ചായ കുടിക്കണം. അങ്ങനെ നമ്മൾ മാക്കൂലുള്ള നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താനാകുമ്പോൾ മാക്കൂലിലൊരു അടിപൊളി ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ബന്നും ചായയും കഴിക്കാമെന്ന് ചോദിച്ചു. സാധാരണ നമ്മുടെ ടീ ബന്നുണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ ഞാനതിപ്പോൾ കുറേ നാളായി കഴിച്ചിട്ട്. അപ്പോൾ അതും ഒരു ചായയും കുടിക്കാമെന്ന് ചോദിച്ചു. കാരണം ഈ രാവിലെയൊക്കെ കുറച്ച് പ്രശ്നമാണ്. ഈ സൈനസൈറ്റിസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ചെറിയ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ പോലും എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ തലയും മൂക്കും കണ്ണൊക്കെ എഫക്റ്റ് ആവും. അങ്ങനെ അതിനൊരു റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ ആ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഇനി അവിടെ പോയിട്ട് വേണം ബാക്കി പരിപാടി. കണ്ണാ നീ വാ, നോക്കിയാ ഈ LED ലൈറ്റ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എവിടെയോ ഒരു ലൂസ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ വന്നിട്ടപ്പോൾ തന്നെ ഏതോ ഒരു സ്വിച്ചിൻ്റെ അതിന് ബ്രേക്കർ താണു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് റെഡിയാക്കി ഞാൻ എല്ലാ ലൈറ്റ്സും ഫുള്ളായിട്ട് ഓണാക്കി ഇട്ടു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നല്ലൊരു മഴക്കാരെല്ലാം വരുന്നുണ്ട്. ഞാൻ അതിലെടുക്ക് എന്തായാലും ഒന്ന് മിറ്റടിച്ച് വൃത്തിയാക്കട്ടെ. നമ്മൾ അന്നേ മിറ്റടിച്ചിട്ടുണ്ടായിട്ടില്ല. ഇവിടെ പിന്നെ നമ്മൾ ഇൻവേർട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻവേർട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് അതിൻ്റെ കുറച്ച് അല്ലറ പരിപാടികളെല്ലാം വൃത്തിയാക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണമെങ്കിൽ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് പെട്ടെന്ന് എല്ലാ പരിപാടിയും ഒന്ന് നോക്കട്ടെ. അങ്ങനെയുള്ള നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ 2 സൈഡ് വെയിൽ കുറവായതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് നമ്മളെ മിറ്റൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ബാക്കി ഈവനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷുട്ടു കുട്ടപ്പന് വണ്ടി കഴുകേണ്ടതുകൊണ്ട് ഷാമ്പു വാങ്ങാൻ വിട്ടുപോയി. അങ്ങനെ അച്ഛനും മോളും കൂടെ ഷാമ്പു വാങ്ങാൻ പോയിട്ടുണ്ട്. ഇവിടെ ഗേറ്റ് തുറന്നിടാൻ പറ്റില്ല. എൻ്റെ വീട്ടിലുള്ള പോലെ തന്നെ ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾ ഒരേ പോക്കായിരിക്കും. അപ്പുറത്തും വീട്ടിലൊക്കെ പോയിക്കൊണ്ടിരിക്കും. സോ അങ്ങനെ ഇപ്പം ഞാൻ ഈ പരിപാടി പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം അകത്തെ പരിപാടിയിലേക്ക് നീങ്ങാമെന്ന് വിചാരിച്ചു. അകത്ത് ഞാൻ കയറി നോക്കി. വലിയ കുഴപ്പമുള്ള രീതിയിൽ അങ്ങനെ പൊടിയും മണ്ണൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി ഇടണം. പിന്നെ നമ്മൾ ഇൻവേർട്ടർ ഫിറ്റ് ചെയ്തതിൻ്റെ കുറച്ച് കച്ചറയും കാര്യങ്ങളൊക്കെ അകത്ത് കിടക്കുന്നുണ്ട്. അതും ഒന്ന് സെറ്റാക്കണം. അത്രയൊക്കെ ഉള്ളൂ പരിപാടി. പിന്നെ എല്ലാം ഒരു സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് പരിപാടി. അങ്ങനെ ഇതാ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തെത്തി.
നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ TV റീചാർജ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഷുട്ടൂന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആൾക്ക് TV വെച്ച് കൊടുത്ത് അവിടെ ഇരുന്നാൽ പിന്നെ കുറച്ചെൻ്റെ പരിപാടിയൊക്കെ കുറച്ച് നടക്കും. അങ്ങനെ ആൾ കുറച്ച് കാർട്ടൂണും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് കഴിക്കും ഉച്ചക്ക് എന്നുള്ളൊരു ഡിസ്കഷനിലായിരുന്നു നമ്മൾ. അപ്പം ഞാൻ ഷുട്ടു അവിടുന്ന് TV കണ്ടുകൊടുക്കല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു സെറ്റ് സാരിയൊക്കെ എടുത്ത് കൊടുത്തു. നമ്മളെ ഒരു ജ്വല്ലറീൻ്റെ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആ പരിപാടിയൊക്കെ ചെയ്യട്ടെ. അതിന് ശേഷം നമുക്ക് കാണാം. എന്താ പറയുക, കുറച്ച് അധികം പണിയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്യും. ഇവിടെ നിന്ന് അമ്മേൻ്റെ ഒരു സാരിയും ബ്ലൗസുമാണ്. അപ്പം ഞാൻ അമ്മയുടെ ബ്ലൗസ് എനിക്ക് ഫിറ്റാവും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കണം. സിമ്പിൾ മേക്കപ്പേ ഉള്ളൂ. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജ്വല്ലറി ഒരു ഇൻവിസിബിളിൽ കുറച്ചൊരു ഹെവി പെൻഡൻറ്റ് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം എന്തായാലും നമുക്ക് ഷൂട്ട് ചെയ്തതിന് ശേഷം കാണാം. അവൻ ചിക്കോ? അവൻ ചിക്കൂല? അതിന് മതിയപ്പാ, അതിന് മതിയില്ല. അങ്ങനെ എൻ്റെ ഷൂട്ടും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ മന്തി വാങ്ങാമെന്ന് വെച്ചിരുന്നു. ബിരിയാണിനേക്കാളും കുറച്ചും കൂടെ ഹെൽത്തി മന്തിയാണല്ലോ. അപ്പോൾ നമ്മൾ മന്തി വാങ്ങിച്ചാൽ അത് വന്നിട്ടുണ്ട്. അമ്മ വെച്ചേരും മുന്നാ. ഇവിടുന്ന് കുട്ടികളില്ലാത്തതുകൊണ്ട് ഫുള്ള് TV തന്നെയല്ലേ ഷുട്ടു. കുട്ടപ്പം വണ്ടി കഴുകുന്ന. അപ്പോൾ അതും കൂടെ കഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ നോക്കണം. ഞാൻ എല്ലാം ഒന്ന് എടുത്തു വെക്കട്ടെ. അപ്പോൾ ഞാൻ ഷുട്ടുവിന് കുറച്ച് റൈസ് പെട്ടെന്ന് എടുത്ത് ആൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ നമ്മളും ചോറ് കഴിച്ചു. ചോറല്ല, മന്തിയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. MRI മന്തിയാണ് എൻ്റെ ഫേവറേറ്റ്. അത് കിട്ടും എന്ന് വിചാരിച്ചാണ് ഞാൻ മന്തി ഓക്കെ പറഞ്ഞത്. പക്ഷേ അവർക്ക് ഡെലിവറി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് MRI മന്തി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ അൽക്കബ മന്തിയാണ്. നമ്മുടെ ഇവിടെ വടകര തന്നെയുള്ള പാർക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു അൽക്ക മന്തി ഷോപ്പുണ്ട്. പക്ഷെ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരുടെ ഭയങ്കര പ്ലെയിൻ റൈസാണ് വരുന്നത്. MRIയിൽ എപ്പോഴും നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസായിരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിച്ചത് എനിക്ക് അങ്ങോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഷുട്ടുവിന് ഏട്ടനയച്ചും കളിക്കാൻ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ മേലേക്ക് ഓടിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മന്തി ഇന്ന് അൽക്ക മന്തി എന്നാണ് വാങ്ങിച്ചത്. നമ്മുടെ വടകര തന്നെയുള്ള പാർക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളത്. MRIക്ക് അവർക്ക് ഡെലിവറി ഉണ്ടായിരുന്നില്ല. ഓക്കെ ഞാൻ അവരുടെ മന്തിൻ്റെ ഭയങ്കര ഫാനല്ല. ഞാൻ MRIയിലെ മന്തി വാങ്ങിക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു മന്തി മതി എന്നുള്ളൊരു ഓപ്ഷനിലെത്തിയത്. ബട്ട് ലിറ്റിൽ ബിറ്റ് സാഡായിപ്പോയി. വലിയൊരു എനിക്ക് കുറച്ചും കൂടെ ഫ്ലേവറുള്ള മന്തിയാണ് ഇഷ്ടം. ഇവരുടേത് കുറച്ചും കൂടെ പ്ലെയിൻ റൈസാണ്. അപ്പം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ എന്നാലും ഇനിയിപ്പോൾ ഞാൻ മേലെ പോയിട്ട് പിള്ളേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ. കുറച്ച് പണിയുണ്ട്. മൂന്നാളും ഇങ്ങനെ നിന്നാ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ഇങ്ങ് വരൂ, നീ വാ, വേമ്പാ, എല്ലാവരും വാ. അത് മാറ്റിയ അത് ഫോട്ടോയിൽ വേണ്ട. ആടെന്നോ അവിടെ നിൽക്ക് എടുക്കട്ടെ. ചിച്ചേ ഇങ്ങ് നോക്ക്, ചുട്ടു ഇങ്ങ് നോക്ക്. നീ എടി അങ്ങ് പോയിട്ട് ഒറ്റുന്ന് അങ്ങനെ ചിരിക്കുക. നിക്കടി ആടെ. അപ്പൊ ഉപദ്രവിക്കാൻ പാടില്ല അല്ലേ? ഷുട്ടു വരുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് ഉറങ്ങിയോണ്ട് ആൾ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ ഉറക്കാനൊക്കെ നോക്കി, പക്ഷെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചമ്മയും ഒരേ കളിയായിരുന്നു രണ്ടാളും കൂടി. ആൻഡ് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് അമ്മയ്ക്കിവിടെ കുറച്ച് ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് സെറ്റാക്കി ഷുട്ടുവിനെല്ലാം കുളിപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോവും. അപ്പോൾ എന്തായാലും ഞാൻ പോയി ചെടിയൊക്കെ നനക്കട്ടെ. മോളെ ഷുട്ടു അതിലൂടെ താഴെ വീഴുവേ, അതിൻ്റെ ഉള്ളിട്ടാ. നമ്മൾ ചെടീൻ്റെ വെള്ളമെല്ലാം കഴിഞ്ഞ് ഞാൻ ഷുട്ടുവിന് കുറച്ച് റാഗി ആക്കാമെന്ന് വെച്ച്. അവൾ ഉച്ചക്ക് അത്രയും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം കൊടുത്ത് കഴിഞ്ഞ് ഇനി ആളെ കുളിപ്പിക്കണം. ഒരാളിവിടെ ഇരിപ്പുണ്ട്. ഹായ് വയ്യോ, ഒരു ഹായ് വയ്യോ.
അതിന് ചുട്ടുവിൻ്റെ റാഗിയെല്ലാം കൊടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് അവളൊന്ന് കുളിപ്പിക്കട്ടെ. അവളെ കുളിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ. മൊത്തം കൺമശിയെല്ലാം മൊത്തം പെരങ്ങിയിട്ടുള്ളേ. അപ്പം എന്നാലും പെട്ടെന്ന് അവളെ കുളിപ്പിക്കട്ടെ. സോ ചുട്ടു കുളിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ ഞാനും കുളിച്ചു. ഇനിയിപ്പോൾ ഒന്ന് റെഡി ആവണം. ചുട്ടു ഇതാ ഒരാൾ ഇവിടുന്ന് ഇവിടെ നിലത്തൊക്കെ കളിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് മുടിയെല്ലാം സെറ്റാക്കി റെഡി ആവട്ടെ. മോയ്സ്ചറൈസർ എന്തെങ്കിലും ഇടണം. ഭയങ്കര ഡ്രൈ ആണ് ഫേസ്. അപ്പം നമ്മൾ റെഡി ആയിട്ട് പോകുമ്പോൾ കാണാം. കാലെടുക്കുമ്പോളെ അതിന് നമ്മൾ റെഡിയായി ഇറങ്ങി. റെഡിയായിട്ട് ഞാനൊരു അരമണിക്കൂർ എൻ്റെ ഗേറ്റ് അടക്കട്ടെ. എൻ്റെ കണ്ണട തപ്പി നടന്ന് എപ്പോഴും കാണണ്ടാവും സാധനം. അപ്പം ഇന്ന് ഞാൻ തപ്പി ഞാൻ ഇവളോട് 1000 പ്രാവശ്യം ചോദിച്ചു എൻ്റെ കണ്ണടയുടെയെന്ന് പറഞ്ഞില്ല. ലാസ്റ്റ് ഇവൾ കളിക്കുമ്പോൾ ജനലിൻ്റെ അപ്പുറത്തേക്ക് വീണെന്ന് തോന്നുന്നു. അവസാനം ഞാൻ ഓർമ്മിച്ച് എങ്ങനെയോ ഓർമ്മ കിട്ടി അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ വെറുതെ പോയി നോക്കിയപ്പോൾ അവിടെ വീണ് കിടക്കുന്നു. അങ്ങനെ കണ്ണടയും കിട്ടി. നമ്മൾ പോകുന്നതാണ്. ഇനിയിപ്പോൾ കുറേ നേരമായി ഇവള് കടൽ കാണണമെന്ന് പറയുന്നത്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ വടകര സാൻഡ് ബാങ്ക്സിൻ്റെ അതിൽ കൂടെ പോയി ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോവാം. അങ്ങനെയാണ് പ്ലാൻ. അല്ല, കടൽ കാണാൻ, കടൽ കണ്ടിട്ട് വീട്ടിൽ പോകില്ലേ നമ്മള്. ഓക്കെ, അപ്പൊ നമുക്ക് പോകുന്ന വഴി കാണാം. ചുട്ടു സിദ്ധാശ്രമം. യു നോ വാട്ട് സിദ്ധാശ്രമം പറഞ്ഞ ചുട്ടു പറഞ്ഞിട്ട് ഒന്ന്. സിദ്ധാർത്ഥമല്ല, സിദ്ധാശ്രമം പറഞ്ഞ അത് പറയാ. ഇത് സിദ്ധാശ്രമം പറഞ്ഞേ പറ. സിദ്ധാശ്രമം. കുറേ ദിവസമായിട്ട് ചുട്ടു പറയുന്നുണ്ടായിരുന്നു അവൾക്ക് കടൽ കടലാണെന്ന്. കാര്യം പറഞ്ഞാൽ നമ്മൾ അവളെ ബീച്ചിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട്. പക്ഷേ അതിൽ കോമഡി എന്താ വെച്ചാൽ അവിടെ എത്തുമ്പോഴേക്കും ആളുറങ്ങിപ്പോയി. പിന്നെ ഇന്ന് സൺഡേ എന്നുള്ള കാര്യം ആക്ച്വലി നമ്മൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി നോക്കുമ്പം ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ബീച്ച് കാണേണ്ട ആൾ ഉറങ്ങിയും പോയി. നല്ല ഉറക്കമായിരുന്നു. അവൾ ഇന്ന് ഉച്ചക്കത്തെ ഉറക്കമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ കുറച്ച് ടയർഡായിരുന്നു അവൾ കളിയൊക്കെ കഴിഞ്ഞിട്ട്. അതല്ലേ ഞാൻ പറഞ്ഞു നിങ്ങളോട്. സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. ഫുൾ ഒരു പാർക്കിംഗ് പോലും ഇല്ല. പോരാത്തതിന് കടൽ കണ്ടാളിതാ കിടന്നുറങ്ങുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടില്ല. നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. നാളെ നമുക്ക് അവിടെ മുക്കാളി കൊണ്ട് കാണിച്ചു കൊടുക്കും. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഷുട്ടൂപ്പി ഉറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ വിളിച്ചു നോക്കി തട്ടിയിട്ട്, പക്ഷെ അവൾ നല്ല ഉറക്കമാണ്. സാധാരണ അവൾ ചെറിയൊരു ഉറക്കമൊക്കെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ എത്തി വണ്ടി നിർത്തുമ്പോൾ തന്നെ ആൾ എണീക്കും, അല്ലെങ്കിൽ അവൾ എന്താ പറയുക വിളിച്ച് എണീക്കും. ഇതും ഇല്ല, നല്ല ഉറക്കമായിരുന്നു ആൾ. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇതാക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചോമ്പാല ഹാർബർ ഉണ്ട്. അവിടെ കൊണ്ടുപോയി നാളെ എങ്ങനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ അവർക്ക് കളിക്കാനും കുറച്ചൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കുറച്ചും കൂടി എന്താ പറയുക ഡീപ്പാണ് സീ വരുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ പോവാന്ന് വിചാരിച്ചു. ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ. അപ്പോൾ ഞാൻ ചായക്ക് വേണ്ടിയിട്ട് ഒരു കോമ്പിനേഷന് വേണ്ടി വെറുതെ ഒരു സമോസയൊക്കെ വാങ്ങിച്ചു. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു ഗുണം ഉണ്ടായിരുന്നില്ല. ചായയും അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. സോ അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ ഒരു ടൈമിൻ്റെ സ്കൈ കാണാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണിത്. എന്തൊക്കെ കളേഴ്സാണ് നമ്മളെ ആകാശത്ത് ഉണ്ടാവുമെന്ന് നോക്കിയല്ലേ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഫ്ലാഷ് വേണ്ട ചുട്ടു, ഇതിനകത്ത് അമ്മയ്ക്ക് ഗിഫ്റ്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഓ, ഐ തിങ്ക് ദിസ് ഈസ് ദ ഗിഫ്റ്റ്. ഇല്ലേ കാജൽ, ബട്ട് ഇറ്റ്സ് ഓക്കെ. എൻ്റെ കയ്യിൽ ഇതില്ലായിരുന്നു. എനിക്ക് മറ്റേ സാധനം വന്നിനു. എന്ത് പിന്നെ കൈ ബ്യൂട്ടിന്റെ എന്തോ ഒരു സാധനം ഗിഫ്റ്റ് വന്നിനു. ആ മേച്ച് നൈക്ക് എന്തെങ്കിലും വെച്ചൊരു സാധനം വലിയ തിരിഞ്ഞ് വെച്ചിട്ട് ഞാൻ നൈക്ക് ക്ലിക്ക് ചെയ്തതാ. വാട്ട് ഇസ് ദിസ് ചുട്ടോ? ഇതോ ഇതാണോ വേണ്ടേ? എടുത്തോളൂ. Moisturizer, this is my night cream, and this is my
ഇതൊന്നും ഷുട്ട് ഉപയോഗിക്കാറായിട്ടില്ല, തീർന്നു. ഇതാരാ ഇതിനകത്തെടുത്തിട്ട്? നമ്മളെ മോയ്സ്ചറൈസറും സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്ത സാധനം ഇന്ന് വന്നു. ആൻഡ് ഇപ്രാവശ്യം എൻ്റെ ബർത്ത്ഡേ മന്ത് ആയതുകൊണ്ട് ഒരു ചെറുതല്ല, നോർമൽ ഒരു ഫുൾ സൈസ് കാജൽ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ അൺബോക്സിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ ഫുഡ് കഴിച്ചു. ഞാൻ കുറച്ച് ഇച്ചിരി ചോറുന്നു, വേറെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. ഇനിയിപ്പോൾ ഇന്ന് കത്രി എടുക്കാം വെള്ളം ഇങ്ങനെ. ഓ മൈ ഗോഡ്, അത് കവർ തരാം. അയ്യോ എൻ്റെ കാജൽ എന്നാ പൊക്കോ. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അതുവരെ എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. പറ ഇങ്ങ് നോക്കിയിട്ട് പറ. ഓ, ഷുട്ടുവിൻ്റെ സ്പൈഡറിനെ കാണിച്ചില്ലല്ലോ. ഇതാണ് ഷുട്ടുവിൻ്റെ പുതിയ സ്പൈഡർ. സേ ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.